ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചതിന് പിന്നാലെ റെയിൽവേ 5 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പമ്പയിൽ നിന്നും KSRTCയുടെ 7 പുതിയ ദീർഘദൂര സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലേക്ക് 2, തെങ്കാശി, തിരുനെൽവേലി എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസുകളും, കുമളിയിലേക്ക് 2, തേനിയിലേക്ക് 1 സർവീസുമാണ് പുതുതായി ആരംഭിച്ചത്. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ അയ്യപ്പസ്വാമിക്ക് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ാം തീയതി വൈകുന്നേരം നടക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി എത്തിക്കുന്ന തങ്ക അങ്കി 25-ന് വൈകുന്നേരം 5-ന് ശരംകുത്തിയിലെത്തും. നട തുറന്ന ശേഷം ശ്രീകോവിലിൽ പൂജിച്ച മാലകൾ ചാർത്തിയാണ് തങ്ക അങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള സംഘത്തെ തന്ത്രി യാത്രയാക്കുക. ശബരിമല തീർത്ഥാടകരുടെ യാത്രാക്ലേശത്തിന് പരിഹാരവുമായി ഇന്ത്യൻ റെയിൽവേ 5 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 19 മുതൽ ജനുവരി 24 വരെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. വിജയവാഡ കൊല്ലം സ്പെഷ്യൽ 07-177 ഡിസംബർ 21-28 തീയതികളിൽ സർവീസ് നടത്തും. കൊല്ലം കാക്കിനഡ ടൗൺ സ്പെഷ്യൽ 07-178 ഡിസംബർ 16, 23, 30 തീയതികളിൽ സർവീസ് നടത്തും. സെക്കന്ദരാബാദ് കൊല്ലം സ്പെഷ്യൽ 07-175 ജനുവരി 2, 9, 16 തീയതികളിൽ സർവീസ് നടത്തും. സെക്കന്ദരാബാദ് കൊല്ലം സ്പെഷ്യൽ 07-176 ജനുവരി 4, 11, 18 തീയതികളിൽ സർവീസ് നടത്തും. നരസാപൂർ കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ 071-83 ജനുവരി 15, 22 തീയതികളിൽ സർവീസ് നടത്തും. കൊല്ലം നരാസാപൂർ സ്പെഷ്യൽ ട്രെയിൻ 071-84 ജനുവരി 17, 24 തീയതികളിൽ സർവീസ് നടത്തും. ഗുണ്ടൂർ കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ 071-81 ജനുവരി 4, 11, 18 തീയതികളിൽ സർവീസ് നടത്തും. കൊല്ലം കാക്കിനാട സ്പെഷ്യൽ 071-82 ജനുവരി 6-ന് സർവീസ് നടത്തും. കാക്കിനാട കൊല്ലം ടൗൺ സ്പെഷ്യൽ ട്രെയിൻ 071-79 ജനുവരി 1-നും 8-നും സർവീസ് നടത്തും. കൊല്ലം ഗുണ്ടൂർ സ്പെഷ്യൽ ട്രെയിൻ 071-80 ജനുവരി 3, 10 തീയതികളിലും സർവീസ് നടത്തും എന്നാണ് റിപ്പോർട്ട്.